ഹലോ ഗൈസ്, ഇനി നമ്മള് കാണുന്നത് സൗദി. ഇനി സൗദിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് നമ്മള് പോവാ, സൗദിക്ക് പോവാ. ഓൺ റോട്ടിലാണ് ഇപ്പോ. ടീംസ് ഒക്കെ ഉണ്ട്. എയർപോർട്ടിൽ വിടാൻ കയറിയ ടീംസ് ആണ്. ഒരുത്തൻ കടന്നുറങ്ങിക്കിന് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത ആളുടെ മുത്തുണ്ട് ഇവിടെ. അതിന്റെ അപ്പുറത്ത് ഉസ്താദ് പ്രശ്നമാണെന്ന് പറഞ്ഞാണ്ട് ഒരാള് ഒളിച്ചിട്ടുണ്ട്. ഏത് മദ്രസ ഒന്നും ഞമ്മളോട് പറഞ്ഞിരുന്നില്ല. ഇതിനപ്പുറത്ത് ഇതിന്റെ അപ്പുറത്ത് വേറെ ഒരുത്തനുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ സൗദിയിലെ കാഴ്ചകളുമായിട്ട് കാണാം. ഓക്കെ, നമ്മളെ കൂട്ടത്തിൽ ഒരുത്തന്നെ ആടാ കടലൊക്കെ മുട്ടായി വേണോ? അതൊന്നും ഇവിടെ ഉണ്ടോ? എള്ളു മുട്ടായി വാങ്ങിക്കല്. എള്ളു മുട്ടായി ഉണ്ട്. പിന്നുള്ളതാ കടല മുട്ടായി. പോവാനായിട്ടോ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിക്കിന്. നേരെ ദമ്മാം അന്താരാഷ്ട്ര കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം. വന്നപ്പോ ഗൈസ് ഇതാ ടീംസ് ഇതാ പെട്ടിയൊക്കെ എടുത്ത് എല്ലാം സെറ്റായിക്കിന്. എടുക്കുന്ന ഞാൻ തന്നെ പോണേ. ഇതാ എയർപോർട്ടിൽ എത്തിക്കിന്. പോവാണ്. ഏതാ ഫ്ലൈറ്റ് എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അതിലാരോ കാണുന്നുണ്ടോ? ദമാമ് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാരോടും ഗുണ്ടകളാണ് ഇതൊക്കെ കാണുന്നത്. എനിക്ക് ആകെയുള്ള ഗുണ്ടകൾ എനിക്ക് ഗൾഫ് പോകുമ്പോഴുള്ള ആൾക്കാരാണ് കാണുന്നത് മുഴുവൻ. ഇതാ മെനോ കണ്ടില്ലേ? വെള്ളം കിട്ടിയില്ല. പോകുന്ന ഓം കിട്ടൂല. എന്നാലും കിട്ടൂട്ടോ, വെള്ളമൊക്കെ സെറ്റാണ്. പോട്ടെ, വെള്ളം കണ്ടതാ ഒക്കെ ഉമ്മ കൊടുക്കും. തുടച്ചാലാ ആപ്പാപ്പയെ കളിച്ച് പോയില്ല കേട്ടോ. രാവിലെ ഞാനവിടെ ഉണ്ടാവില്ല കേട്ടോ. എനിക്കിതാ യാദൃശികമായിട്ട് എൻ്റെ ഒരു സ്നേഹിതം ഇവിടെ ഇടം ഉണ്ട്. ഞാൻ ഒറ്റ നോട്ടം ഇവിടെ കണ്ടിയും അയാളെ തപ്പുക. അതാ അവിടെ കിടക്കണ ഒരാളെ കാണുന്നുണ്ട്. ബേക്കിൽ നിൽക്കുന്ന ആളാട്ടോ. എന്നെ കണ്ടില്ല. ഞാനും അയാൾ യാദൃശികമായിട്ട് ഈ ഫ്ലൈറ്റിൽ എത്തിപ്പെട്ടതാ. എത്തി. അങ്ങനെ ബാഗേജൊക്കെ അവിടെ ഏൽപ്പിച്ച് ഇത് കഴിഞ്ഞ് നേരെ പോകുന്നത് പറഞ്ഞാൽ എമിഗ്രേഷനിൽ പോയി അവിടെ പെട്ടെന്ന് തന്നെ എമിഗ്രേഷനും കഴിഞ്ഞ് അടുത്ത് വരുന്ന ബാഗേജ് ചെക്കിംഗ് ആണ്. ഏതായാലും ഞാൻ ചെക്കിങ് കഴിഞ്ഞ് അടുത്തത് ശ്രീലങ്ക ചെക്കിങ് കഴിഞ്ഞ് അപ്പോൾ ബാഗ് എടുക്കാൻ പോയപ്പോഴാണ് അതിലൊന്നുകൂടി ചെക്ക് ചെയ്യണം. അതിൽ സംഗതി ഒരു പത്തിരിപ്പൊടി ഉണ്ടായി. അതാണ് അവർക്കൊരു സംശയം തോന്നിയത്. എന്നാലും ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് 10 മണിയാവും ഫ്ലൈറ്റ്. 1 മണിക്കൂർ ഡിലേ ആണ്. ഞങ്ങൾ വെയിറ്റിങ്ങിലായി. വേറൊരുത്തനത് ജിദ്ദക്ക് പോകാൻ നിൽക്കുന്ന കേട്ടോ. കണ്ട വഴി ഓടിക്കാൻ അവന്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റഷീദിനെ കാണുന്നത്. എൻ്റെ സുഹൃത്തായ റഷീദിനെയും കണ്ട്. അവൻ ജിദ്ദക്കാണ് പോകുന്നത്. അവന് യാത്ര അയച്ച് നേരെ സലാംക്ക ഓഫർ ചെയ്ത ഒരു കോഫിയും സാൻഡ്വിച്ചും അത് കഴിച്ച് അപ്പോഴേക്കും ദമാമിലേക്കുള്ള അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെ ഏതായാലും ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കഷ്ണം മുറിക്കാൻ പോവാം. അതിൻ്റെ ഒരു കഷ്ണം അവനെ കൊടുക്കുക. എന്നാൽ പിടിച്ചോ, ഒരു കഷ്ണം എനിക്ക് തന്നെ. താങ്ക് യു. പിന്നെ അനുഗമിച്ചും കേട്ടതാ ശ്രീലങ്ക വരുന്നുണ്ട്. അങ്ങനെ വീടിനോടും നാടിനോടും ചെറിയൊരു ബൈ ബൈ പറഞ്ഞു കേട്ട് നേരെ പോകുന്നത് സൗദി അറേബ്യ ദമാമിലേക്കാണ്. രണ്ടാളും സീറ്റിലൊക്കെ ഇരുന്ന് സെറ്റാണ്. അങ്ങനെ 4-4.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം
ദമാമിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എമിഗ്രേഷനാണ്. അത് കഴിഞ്ഞ് ലഗേജും എടുത്ത് സലാം ഖാനോട് മാസലാമ പറഞ്ഞ് ദമാമെന്ന് കാണാമെന്നും പറഞ്ഞിങ്ങാണ്ട് നേരെ നാസിർ ഖാൻ ബാവയും വന്നിക്കുന്നു. അവർ കൂടെ നേരെ റൂമിലേക്ക് അങ്ങ് പോയി. എൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.